എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചാണ്. അപ്പോൾ ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിക്കും, പക്ഷേ ഒറ്റപ്പെടലും ദുഃഖങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ പഴിക്കും, ചീത്ത പറയും. എന്തിനാണ് എനിക്കിങ്ങനെ ദുഃഖം നൽകിയതെന്ന് ചോദിക്കും. എന്നെക്കാൾ വലിയ തെറ്റ് ചെയ്തവർ പലരും ഇന്ന് സുഖത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് വരെ ചോദിക്കും. ഇത്തരം ചോദ്യങ്ങളെല്ലാം സാധാരണമാണല്ലേ? എന്നാൽ നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമാണ് ഭഗവാന്റെ പദ്ധതി എന്ന് തെളിയിക്കുന്ന ഒരു ചെറു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഒരു അമ്പലത്തിലാണ് ഇതിൻ്റെ ആ ഒരു കഥ. അപ്പോൾ അമ്പലത്തിലെ ഒരു തൂപ്പുകാരൻ, അമ്പലം വൃത്തിയാക്കുന്ന ആളാണ്. അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കും. ഭഗവാനെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഇങ്ങനെ അമ്പലമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലും. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഭഗവാനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. എപ്പോഴോ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഈ ഭഗവാൻ എന്തൊരു സുഖമാണ്, അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു ചിന്ത വരിക കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് ജോലി, നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. അപ്പോൾ ഭഗവാൻ ഇതറിഞ്ഞിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇതേ ചിന്ത വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, ശരിയാണ്, ഞാൻ ചിന്തിച്ചത് ശരിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ശരി, എങ്കിൽ നമുക്കൊരു കളി നടത്താം. ഭഗവാൻ എപ്പോഴും ലീലകൾ ആടുന്ന ആളാണല്ലോ. അപ്പോൾ ഭഗവാൻ പറയും, ഒരു ദിവസം ഞാൻ അങ്ങയുടെ രൂപത്തിലേക്ക് മാറാം, അങ്ങ് എൻ്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ അവിടെ ഇരുന്നോളൂ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഒരു കാര്യം പോലും മിണ്ടാൻ പാടില്ല. അപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആ ഒരു വിഗ്രഹത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആരോടൊന്നും മിണ്ടാറില്ലല്ലോ. അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അങ്ങും ഒന്നും മിണ്ടാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞിട്ട് ഭഗവാൻ ആ തൂപ്പുകാരൻ്റെ ആ ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് അവിടെ വൃത്തിയാകുന്ന ജോലികൾ ആരംഭിക്കുകയാണ്. ഈ തൂപ്പുകാരനാണെങ്കിലോ വിഗ്രഹത്തിൻ്റെ ആ ഒരു ഉള്ളിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ ഓരോരുത്തരെങ്ങനെ നോക്കും. കുറേ പേര് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നടക്കുന്നത് ഞാൻ 3 പേരുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ തൂപ്പുകാരൻ അവിടെ നിന്ന് വിഗ്രഹത്തിലിരുന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണുകയാണ്. കുറേ പേര് ഭഗവാനെ പഴിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. കുറേ പേര് ഭഗവാനോട് എന്തെങ്കിലും കുറേ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ കുറേ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. കുറേ പേര് വന്ന് കരയുന്നുണ്ട്, എന്താ ഭഗവാനെ എന്തെങ്കിലും എനിക്ക് തരാത്ത, അങ്ങനെ പറഞ്ഞ് ഉണ്ടാവുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് പേരെ ഒന്ന് ചിരിക്കുന്നുള്ളൂ, ഭഗവാനോട് ചിരിച്ച് സംസാരിക്കുന്നുള്ളൂ. ഭഗവാന് എന്താ കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ തൂപ്പുകാരൻക്ക് ഒരു സന്തോഷം തോന്നും. കാരണം ഇത്രയും നേരം താൻ കേട്ടിരുന്നത് ആകെ ചീത്ത പറയലും കരച്ചിലും ഒക്കെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തൂപ്പുകാരൻക്കൊരു ചെറിയൊരു സന്തോഷം തോന്നും. ഞാൻ കഴിച്ചോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചിന്ത വരും കേട്ടോ. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 പേരുടെ കഥയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഒരു ധനികനാണ്. അപ്പോൾ അദ്ദേഹം തെറ്റായ രീതിയിൽ ധാരാളം പണം സമ്പാദിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കുറേ പണമായിട്ട് ഒരു വലിയൊരു ബാഗായിട്ട് അദ്ദേഹം അമ്പലത്തിലേക്ക് വരികയാണ്. അമ്പലത്തേക്ക് വന്നിട്ട് ആദ്യം അദ്ദേഹം കുറച്ച് പണം അതിൽ വെക്കും. എന്നിട്ട് പറയും, നാളെ എനിക്കൊരു പദ്ധതിയുണ്ട്, അത് ശരിയാവുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് ഇനിയും ഒരു വഴിപാട് ചെയ്യും. അങ്ങനെ എന്തോ ഒരു ബിസിനസ് പോലെ അദ്ദേഹം പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ തൂപ്പുകാരനാണല്ലോ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, ഇയാൾ തെറ്റായ രീതിയിലൊക്കെ പൈസ സമ്പാദിച്ച ആളാണല്ലോ, എന്നിട്ട് എന്നോട് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ധനികൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ അടങ്ങിയൊരു ബാഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ബാഗ് അറിയാതെ താഴെ വീഴും. അപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ ധനികൻ അങ്ങനെ കടന്നു പോവുകയാണ്. ഇനി അടുത്തത് ഒരു സാധു ബ്രാഹ്മണൻ്റെ കഥയാണ്. അതായത് അദ്ദേഹത്തിന് അധികം പൈസയൊന്നുമില്ല, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്, സത്യസന്ധനാണ്. പക്ഷെ അദ്ദേഹത്തിന് തീരെ പൈസ ഇല്ല. അന്ന് അവരുടെ കുടുംബത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അമ്പലത്തിലേക്ക് വരികയാണ്. അത് ഭഗവാനോട് കരഞ്ഞ് പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എന്നെ ശിക്ഷിച്ചോളൂ, യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ അത് കാരണം ദയവ് ചെയ്ത് എൻ്റെ കുടുംബത്തിനെ ശിക്ഷിക്കരുത് എന്ന് പറയുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല എന്ന് പറയുകയാണ്. എനിക്കറിയാം ഭഗവാൻ തീർച്ചയായും എന്നെ സഹായിക്കുമെന്ന്. അപ്പോൾ ഇതും ആ തൂപ്പുകാരൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ ഭഗവാനോട് ആയിട്ടിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് ഈ നേരത്തെ ആ ധനികൻ താഴോട്ട് പോയ ബാഗ് ഉണ്ടല്ലോ, അത് കാണുകയാണ്. അദ്ദേഹം അത് എടുത്തു നോക്കും. അത് നോക്കുമ്പോൾ അതിൽ നിറച്ച് പണം.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഗ്രഹത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ വിഗ്രഹത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇത് നീ എടുത്തോളൂ എന്ന് പറയുന്ന ആ ഒരു ഭാവം തോന്നും. അപ്പോൾ ആ സാധു ബ്രാഹ്മണന് തോന്നും ഇതെനിക്ക് ഭഗവാൻ തന്നതാണ്, ഞാനിത് തീർച്ചയായും സ്വീകരിക്കും എന്ന് പറഞ്ഞ് ആ ബാഗ് സന്തോഷത്തോടെ എടുത്തു പോവുകയാണ്. അങ്ങനെ അടുത്തത് ഒരു നേവിക്കാരൻ്റെ ആട്ടോ. അതായത് അദ്ദേഹം നാളെ കടലിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക കേട്ടോ. അദ്ദേഹം ഭഗവാനോട് ഇങ്ങനെ പറയും, ഭഗവാനെ ഞാൻ നാളെ ആ ഒരു ഇതിന് വേണ്ടി പോവുകയാണ്, അപ്പോൾ എന്നെ രക്ഷിക്കണേ, എനിക്കൊരു കുടുംബമുള്ള കാര്യം ഭഗവാൻ അറിയാലോ, എൻ്റെ അമ്മ എൻ്റെ ഭാര്യ അവരൊക്കെ കാത്തിരിക്കും, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇതും ആ തൂപ്പുകാരൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഈ ധനികൻ്റെ പൈസ നഷ്ടപ്പെട്ടല്ലോ. അദ്ദേഹം പകുതി വഴിക്ക് വെച്ചാണ് തൻ്റെ കയ്യിൽ ബാഗില്ല എന്ന കാര്യം അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പോലീസുകാരൊക്കെ വിളിച്ചിട്ട് വരിക കേട്ടോ. അദ്ദേഹം അമ്പലമാണെന്ന് പോലും നോക്കാതെ അയാൾ കയറി വരികയാണ്. അപ്പോൾ അദ്ദേഹം താൻ പ്രാർത്ഥിച്ചിരുന്ന ആ സ്ഥലം നോക്കുകയാണ്. അപ്പോൾ അവിടെ ബാഗില്ല. പക്ഷേ അദ്ദേഹം നിന്നിരുന്നതിന് പകരം അവിടെ നിന്നത് ആരായിരുന്നു? നേവിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം നേവിക്കാരനെ കണ്ടപ്പോൾ ഇയാളാണ് തൻ്റെ പൈസ എടുത്തതെന്ന് എന്തോ ഉറപ്പിച്ച പോലെ പറയുകയാണ്. അപ്പോൾ തൂപ്പുകാരനിക്ക് ഇതെല്ലാം അറിയാലോ, ആരാണ് പൈസ എടുത്തത്? ആ സാധു ബ്രാഹ്മണനാണ് എടുത്തത്. അപ്പോൾ തൂപ്പുകാരനിക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്, ഈ പാവൻ നേവിക്കാരൻ, അദ്ദേഹത്തിന് ഒരു കുടുംബമുള്ളതാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരൊക്കെ പ്രശ്നത്തിലാവുമല്ലോ, എനിക്കറിയാലോ സത്യം, എനിക്കിപ്പോൾ പറയാൻ അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ സഹിക്കാൻ പറ്റാതെ ആ തൂപ്പുകാരൻ പറയാണ്, അതെ ഈ പൈസ ഒരു ഉള്ളിൽ നിന്ന് ഒരു ഭഗവാൻ സംസാരിക്കുന്ന ആ സ്വരത്തിൽ പറയാട്ടോ, ഈ പൈസ എടുത്തത് ഇദ്ദേഹമല്ല, മറ്റൊരു സാധു ബ്രാഹ്മണനാണ് എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു ധനികരും ഞെട്ടും, അതുപോലെ തന്നെ പോലീസുകാരും എല്ലാവരും ഒന്നടങ്കം ഞെട്ടും. അതിന് ഈ നേവിക്കാരനും ഞെട്ടും. എന്നെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ വന്നല്ലോ, ആ ഒരു സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേവിക്കാരനെ അവിടെ വെറുതെ വിട്ടിട്ട് ആ സാധു ബ്രാഹ്മണനെ തിരഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. ഉടനെ തന്നെ ഭഗവാൻ, തൂപ്പുകാരൻ്റെ വേഷത്തിലാണല്ലോ നമ്മുടെ ഭഗവാൻ അവിടേക്ക് ഓടി വരും. എന്നിട്ട് ഈ തൂപ്പുകാരനെ ഒന്ന് ചെറുതായിട്ട് ചീത്ത പറയും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒന്നും ഈ ഒരു വിഗ്രഹത്തിന്മേൽ ഇരുന്നിട്ട് പറയരുതെന്ന്, ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നീ? അപ്പോൾ മറ്റേ തൂപ്പുകാരൻ ചോദിക്കും, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അങ്ങ് തന്നെ ഈ ഒരു അനീതി കണ്ടതല്ലേ? ആ ഒരു സാധു ബ്രാഹ്മണനാണ് അതെടുത്തത്. പക്ഷേ ഈ ഒരു പാവൻ നേവിക്കാരൻ്റെ മേത്തേക്കാണ് ആ ഒരു കുറ്റം വന്നതെന്ന് പറയാണ്. അപ്പം ഭഗവാൻ പറയാണ്, ഇനിയും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഒരു നേവിക്കാരൻ നാളെ ആ കടലിൽ ആ ഒരു ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വളരെയധികം പ്രളയം ഉണ്ടാവും. അപ്പം അങ്ങനെ അദ്ദേഹം മരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ വഴിയാധാരമാവുമല്ലോ. അതുകൊണ്ടാണ് അത് തടയാനായിട്ട്, അദ്ദേഹത്തെ താൽക്കാലികമായൊന്ന് തടയാനായിട്ടാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു ധനികൻ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹം നാളെ കടലിൽ പോവില്ല. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചേനെ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആ സാധു ബ്രാഹ്മണൻ്റെ കാര്യം, അദ്ദേഹം ഒരു പാവമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ധനികൻ്റെ പൈസ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തത്. പക്ഷെ അങ്ങാണെങ്കിൽ ആ സാധു ബ്രാഹ്മണൻ്റെ കാര്യം പറയുകയും ഇപ്പോൾ ആ സാധു ബ്രാഹ്മണനെ പോയി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ ധനികൻ. ഇനി ധനികൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം തെറ്റായ വഴികളിലൂടെയാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നന്മയുടെ മാർഗത്തിലേക്ക് തിരിയുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയ പൈസയൊക്കെ ഞാനിങ്ങനെ നഷ്ടപ്പെടുത്തിയത്. പക്ഷെ അങ്ങ് എൻ്റെ എല്ലാ പദ്ധതികളും തെറ്റിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തൂപ്പുകാരനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം ഞാൻ ഭഗവാനെ അറിയാതെ എന്ത് തെറ്റാണ് ചെയ്തത്. കാരണം 3 പേരുടെ കാര്യം പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ തൂപ്പുകാരൻ മാപ്പ് പറയും. അതുപോലെ തന്നെ തൻ്റെ ചിന്തയെക്കുറിച്ച് മാപ്പ് പറയും. തൂപ്പുകാരൻ ഇങ്ങനെ പറയുകയാണ്, ഭഗവാന്റെ ഇവിടെ ഇരിക്കുന്ന കാര്യം വളരെ കഷ്ടമാണ്. കാരണം കൺമുൻപിൽ അനീതികളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ സംസാരിക്കുവാൻ, ഒച്ചത്തിൽ വിളിച്ചു പറയാൻ എനിക്ക് തോന്നിയതുപോലെ ഭഗവാനും തോന്നില്ലേ? അതുപോലെ തന്നെ ഈ പദ്ധതികളെല്ലാം എത്ര സ്നേഹത്തോടെയാണ്. കാരണം ഭഗവാൻ തെറ്റ് ചെയ്യുന്നവരോടും തെറ്റ് ചെയ്യാത്തവരോടൊക്കെ ഒരുപോലത്തെ സ്നേഹമാണുള്ളത്. 3 പേരെ രക്ഷിക്കാനാണ് ഭഗവാൻ നോക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഭഗവാൻ അയച്ചിരിക്കുന്നത് സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ല, ദുഃഖങ്ങൾ കൂടി അനുഭവിക്കാനാണ്.
രണ്ടും അനുഭവിക്കണം. ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗം എന്ന പോലെ നമ്മൾ രണ്ടും ഒരുപോലെ അനുഭവിക്കണം. അതിൽ ദുഃഖങ്ങൾ വരുമ്പോഴും സുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം. അവിടെയാണ് ഒരു ഭക്തൻ വിജയിക്കുന്നത് എന്ന് പറയുന്നത്. സുഖങ്ങൾ വരുമ്പോൾ മറക്കുകയും ദുഃഖങ്ങൾ വരുമ്പോൾ അലറിയിട്ട് കരയുന്നതും ആവരുത് ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.